ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ചായക്കടിയായാലോ. അതിനുവേണ്ടി 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ കപ്പ് പത്തൽ പൊടിയും പകുതി തേങ്ങ ഏലക്കായാണ് എടുത്തത്. ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വറുത്തെടുക്കാം. നമ്മൾ തേങ്ങയിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 5 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴം വാട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തേങ്ങയും കൂടി വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മിൽമ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പത്തലിൻ്റെ പൊടി നമുക്ക് റെഡിയാക്കാം. നമ്മൾ സാധാരണ പത്തൽ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ തേങ്ങയും പഴമൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് നമുക്കിതുപോലെ ഒരു ചെറുതായിട്ട് ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതുപോലെ ബോൾ രൂപത്തിലാക്കി എടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ബോൾ രൂപത്തിലാക്കി എടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണും, ആരും ലൈക്ക് ചെയ്യാറില്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ ചായക്കോ രാവിലത്തെ ഫുഡായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മളെ അടിപൊളിയായ പഴം വെച്ചിട്ടുള്ള നമ്മളെ ചായക്കടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ ചായക്കടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.